ജോലി തേടി സൗദിയിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് തൊഴിൽ നൈപുണ്യ പരീക്ഷ കർശനമാക്കി. 4.5 ലക്ഷത്തിലേറെ പ്രവാസികൾക്ക് ഇതിനകം പദ്ധതിയുടെ ഗുണം ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലായി 150 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജോലി അന്വേഷിച്ച് സൗദിയിലേക്ക് വരുന്ന പ്രവാസികൾ ഇപ്പോൾ തൊഴിൽ നൈപുണ്യ പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. സൗദി തൊഴിൽ വിപണിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഈ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൗദിക്കകത്തും പുറത്തുമായി 150-ലേറെ കേന്ദ്രങ്ങൾ വഴിയാണ് പരീക്ഷ നടത്തുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള 160ഓളം രാജ്യങ്ങളിൽ ഈ പരീക്ഷാ കേന്ദ്രങ്ങൾ ഇപ്പോഴുണ്ട്. സൗദിയിലേക്ക് ആദ്യമായി വരുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതാത് രാജ്യത്ത് വെച്ച് തന്നെ പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ സൗദിയിലുള്ളവർക്ക് സൗദിയിൽ വെച്ചും പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ട്. 2025 ആദ്യ പകുതിയായപ്പോഴേക്കും 4,60,000-ഓളം പേർ ഈ പരീക്ഷയ്ക്ക് ഹാജരായി എന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പരീക്ഷയിൽ പരാജയപ്പെടുന്നവരെ നാട് കടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. IT, അക്കൗണ്ടിംഗ്, ഫിനാൻസിംഗ്, എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിക്കൽ, പെയിൻറ്റിംഗ്, ടൈലറിംഗ് തുടങ്ങി ഏതാണ്ട് 1000-ഓളം പ്രൊഫഷനുകളിൽ ഇപ്പോൾ ഈ പരീക്ഷ എഴുതേണ്ടതുണ്ട്. അത് പാസ്സാകേണ്ടതുണ്ട്. പ്രവാസികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയും ഈ പരീക്ഷ വഴി പരിശോധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.